ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഇരിങ്ങാലക്കുടയിലുള്ള ഗാർഡൻ. പേൾ ഗാർഡൻ എന്നാണ് ഇതിൻ്റെ പേര്. ഇവർക്ക് ഓൺലൈൻ സെയിലൊക്കെ ഉണ്ട് കേട്ടോ, ഇവർക്ക് ചാനലൊക്കെ ഉണ്ട്. പണ്ട് നമ്മളിവിടെ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ വന്നിരുന്നു ഈ നഴ്സറിയിൽ. അതായത് എനിക്ക് ഇരിങ്ങാലക്കുടയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ എളുപ്പമായിരുന്നു. ഇരിങ്ങാലക്കുടയിൽ നിന്ന് നമ്മൾ കൊടുങ്ങല്ലൂർ റോഡാണ് വെള്ളാങ്ങല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത്. കൊടുങ്ങല്ലൂർ റോഡാണിത്. അപ്പോൾ അവിടെ തന്നെയാണ്, റോഡ് സൈഡിൽ തന്നെയാണ് ഈ നഴ്സറി ഉള്ളത് കേട്ടോ. അന്ന് ഞാൻ ഇടയ്ക്ക് വരുമ്പോൾ ഇത്രയും ബൊഗൺവില്ലയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. സീസൺ അനുസരിച്ച് റോസ്, ക്ലൈമ്പിംഗ് റോസുകൾ, അതുപോലെ വിങ്ക, ഹാങ്ങിങ് വിങ്ക, അങ്ങനെ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ചെന്നപ്പോൾ ബൊഗൺവില്ലയാണ് കൂടുതലും. എല്ലാ ഹൈബ്രിഡ് വെറൈറ്റിയും ഉണ്ട്. ചെറിയ ചട്ടി തുടങ്ങി വലിയ ചട്ടി വരെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഓൺലൈൻ ബിസിനസ്സാണ് ഇവർക്ക് കൂടുതൽ. അന്ന് എനിക്ക് കുറച്ച് വെറൈറ്റി റോസുകളൊക്കെ പണ്ട് നമ്മുടെ വീട്ടിലേക്ക്, എൻ്റെ വീടും ഗാർഡനൊന്നും നിങ്ങൾക്ക് ആർക്കും മറക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. അവിടത്തേക്ക് കുറച്ച് ചെടികളൊക്കെ ഇവിടെ നിന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് വാങ്ങിക്കുമായിരുന്നു. ഇൻഡോർ പ്ലാന്റ്സും വാങ്ങിയിട്ടുണ്ട്. റോസ്, എന്താ പറയുക, നമ്മുടെ ക്ലൈമ്പിംഗ് റോസും ഒക്കെ ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, പിങ്ക് ക്ലൈമ്പിംഗ് ഒക്കെ എനിക്ക് ഇവിടെ നിന്നായിരുന്നു കിട്ടിയത്. പിന്നെ അതിനുശേഷം ഇത്തരം വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇപ്പോഴാണ് ഇവിടെ വരുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ നഴ്സറിയിൽ വന്നിട്ടുണ്ട്. ബൊഗൺവില്ല കൂടി, അതാണ് ആദ്യത്തെ മാറ്റം. അങ്ങനെ എനിക്ക് അടുത്തായതുകൊണ്ട് ഞാൻ എല്ലാ ആഴ്ചയിലും എന്നപോലെ ഞാനിവിടെ വന്നുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ പിന്നെ ഇത്ര നാളുകൾക്ക് ശേഷം ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ ബൊഗൺവില്ലയാണ് ഇപ്പോൾ ഉള്ളത്. അതായത് ഇപ്പോഴത്തെ നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാ വെറൈറ്റികളും എനിക്കിവിടെ കാണാൻ പറ്റി കേട്ടോ. അതും ചെറിയ ചട്ടി തുടങ്ങി വലിയ മദർ പ്ലാന്റ് ഉള്ള വലിയ ചട്ടി വരെ ഇവിടെ ഉണ്ട്. ആ വലിയ ചട്ടി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വാങ്ങിയിട്ട് ഒന്നും ചെയ്യേണ്ട, അതങ്ങനെ തന്നെ നമുക്ക് കൊണ്ടുപോയി വെക്കാം. അത് നല്ല രീതിയിൽ അവർ പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെറിയ ചട്ടിയുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ 450 ആണെന്നാണ് കേട്ടോ എൻ്റെ ഓർമ്മ. അങ്ങനെ പറഞ്ഞ പോലെയാണ് ഓർമ്മ. അപ്പോൾ അതും അത്യാവശ്യം നല്ല വലിയ പ്ലാന്റാണ് കേട്ടോ ഞാൻ കണ്ടത്. പിന്നെ അതിലും നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അത്യാവശ്യം നല്ല വലിയ ചട്ടി തന്നെയാണ്. അപ്പോൾ സ്ലീപ്പിംഗ് ബ്യൂട്ടി, അതുപോലെ ചില്ലി വെറൈറ്റീസ്, ഫ്ലെയിം റെഡ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ചില്ലി ഐസ്ക്രീം, ചില്ലി വെറൈറ്റീസ് എല്ലാം ഞാൻ കണ്ടു. പിന്നെ ടാങ്ലോങ് റെഡ്, പിന്നെ ആ ഒരു ഡാർക്ക് പിങ്ക് കളറ്, അതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു, ഇപ്പോഴേ ഇത്രയും പൂവാണെങ്കിൽ സാധാരണ നഴ്സറികളിലൊന്നും ഇത് വന്നു തുടങ്ങിയിട്ടില്ല ബൊഗൺവില്ല. ഞാനിപ്പോൾ ഒരുപാട് നഴ്സറികളിൽ പോയായിരുന്നു, വന്നു തുടങ്ങിയിട്ടില്ല. പക്ഷേ ഇവിടെ ഏകദേശം പൂവൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ അടുത്ത മാസം അപ്പോൾ എന്തായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. ഫുള്ളും എല്ലാം ഇങ്ങനെ വിരിഞ്ഞ് നല്ല കളർഫുള്ളായിരിക്കും ഇവരുടെ ഈ നഴ്സറി എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. ഇത്രയും നല്ല ഹെൽത്തി പ്ലാന്റുകളും നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത മാസം എന്തായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. ഇവിടെ ആകെ മൊത്തം കളറായിരിക്കും, കണ്ടില്ലേ. ഫ്ലെയിം റെഡിൻ്റെയൊക്കെ ആ ഒരു തലയെടുപ്പ്. അങ്ങനെ ഇവർക്ക് കുറേ പോട്ട്സും അതുപോലെ പോട്ടിംഗ് മിക്സും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. മണ്ണും എല്ലാം ഇവിടെ ഉണ്ട്. റോഡ് സൈഡ് തന്നെയാണ് കേട്ടോ ഈ നഴ്സറി. ഇത് ഫ്ലെയിം റെഡിൻ്റെയൊക്കെ ഉണ്ടാവും, മദർ പ്ലാന്റാണ്. നല്ല ഭംഗിയുണ്ട്. ഇത് സീസണാണെങ്കിൽ നല്ല നിറഞ്ഞു പൂവുണ്ടാവും. എന്തൊരു ഭംഗിയല്ലേ കാണാൻ. ഇതാണ് ഞാൻ പറഞ്ഞ 450യുടെ പ്ലാന്റ് കേട്ടോ. അതത് എടുത്ത് കാണിച്ചതാണ് നിങ്ങളെ. അതും ഒരു അത്യാവശ്യം വലിയ രീതിയിലുള്ള ചട്ടിയിലാണ് നട്ടിട്ടുള്ളത് കേട്ടോ. അത് 450 എന്നാണ് ആ ചേച്ചി പറഞ്ഞതുപോലെ കേട്ടോ എൻ്റെ ഓർമ്മ. നല്ല ഹെൽത്തി പ്ലാന്റ് ആയിരുന്നു. അത്യാവശ്യം വലിപ്പമുള്ള ചട്ടിയിലാണ്, കണ്ടില്ലേ. അങ്ങനെ അപ്പോൾ അങ്ങനെ ഇതൊക്കെ കണ്ട് കുറേ നേരം ഞാനങ്ങനെ ചേച്ചിയോട് സംസാരിച്ചു. അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല. പിന്നെ ഈ ഹൈബ്രിഡ് വെറൈറ്റിയൊക്കെ നമ്മൾ വാങ്ങിയാൽ ഒരിക്കലും മതിലിൻ്റെ മുകളിലൊന്നും കയറ്റി വെച്ചേക്കരുത് കേട്ടോ. റോട്ടിൽ കൂടെ പോണ ആൾക്കാരെ എപ്പോൾ അടിച്ചു മാറ്റിയെന്ന് ചോദിച്ചാൽ മതി. എൻ്റെ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട് പഴയ നമ്മുടെ ഗാർഡനിൽ നിന്ന്. അതുകൊണ്ടാട്ടോ അങ്ങനെ പറഞ്ഞത്. എനിക്കിപ്പോഴും ഓർക്കുമ്പോൾ ചിരി വരും. അപ്പോൾ ഇതാണ് പേൾ ഗാർഡൻ എന്നാണ് ഇതിൻ്റെ പേര്. വെള്ളാങ്ങല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇരിങ്ങാലക്കുടയിൽ നിന്ന് നമ്മൾ കൊടുങ്ങല്ലൂരേക്ക് പോകുന്ന റോഡാണ് കേട്ടോ അത്. അപ്പോൾ അങ്ങനെ നമ്മൾ എന്താ പറയുക, ആ ചേച്ചിയോട് യാത്രയൊക്കെ പറഞ്ഞിറങ്ങാണ്ട്. ആ ചേച്ചിയാണിത് ഇതിൻ്റെ ഓണർ.
അപ്പോൾ ഇത് നഴ്സറിയോട് ചേർന്ന് അവരുടെ പോട്ട്സൊക്കെ വിൽക്കുന്ന ഷോപ്പാട്ടോ. ഇവിടെ എല്ലാ പോട്ട്സും കാര്യങ്ങളും മണ്ണിൻ്റെയും പ്ലാസ്റ്റിക്കിൻ്റെയും എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.